ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കൾ, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് 5 ചാപ്റ്റർ, ദാറ്റ് മീൻസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ വർക്ക്, എനർജി ആൻഡ് പവർ വരെയുള്ള ഈ 5 ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നൈസായിരിക്കും മക്കളെ. ബിക്കോസ് നമുക്ക് ഇതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിൻ്റെ ഫോർമാറ്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് ഫിസിക്സ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു ഡൗട്ടും ഇല്ല. അത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിലുള്ള കുട്ടിക്കും, അതായത് നല്ല മാർക്ക് ടോപ്പിലാണ് എത്താൻ ആഗ്രഹിക്കുന്ന കുട്ടി, ഫുൾ മാർക്കാണ് പ്രതീക്ഷിക്കുന്ന ആ കുട്ടിക്കും ഇത് പഠിച്ചിരിക്കണം. ജസ്റ്റ് ജയിക്കേണ്ട കുട്ടിയാണോ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുമ്പോൾ അത് പഠിച്ചാലും മതിയാകും. അപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടു കഴിഞ്ഞാൽ ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും നമ്മൾ 5 മാർക്കിൻ്റെ സെഷൻസിൽ അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അത് അറൗണ്ട് 78 ക്വസ്റ്റ്യൻ, അത് നമുക്കറിയാം 78 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 60 മാർക്കാണ് നമ്മൾ മാക്സിമം 78. ദാറ്റ് മീൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, ഞാനൊരു മീഡിയം സ്പീഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന പോലെ എന്തായാലും കീപ്പ് ചെയ്ത് പോകും. കാരണം നിങ്ങൾക്ക് നല്ല ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഞാൻ കോൺസെപ്റ്റ് പറയുന്നതിലൊന്നും യാതൊരു കുറവും വരുത്തില്ല. ബട്ട് എൻ്റെ ഒരു ടോണിൽ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ നോക്കും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് അങ്ങനെ പോയാൽ മതിയാവും. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം, ലേറ്റ് ആക്കണ്ട. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പബ്ലിക് എക്സാം ഫോർമാറ്റാണ് വരുന്നത്. ആദ്യത്തെ 5 ചാപ്റ്ററാണ്. 60 മാർക്ക് മിനിമം, 78 ഉണ്ടാവും, 60. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു ചാപ്റ്ററിൽ എത്ര മാർക്ക് വരും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 60 ഡിവൈഡഡ് ബൈ 5 അറൗണ്ട് ഒരു 12 മാർക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടല്ലേ ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു 12 മാർക്ക് ഈ ഒരു 5 ചാപ്റ്ററിന് വരും. അടുത്ത സെഷനിൽ നമുക്ക് ബാക്കി റൊട്ടേഷൻ മുതൽ അങ്ങോട്ടേക്കുള്ള 5 ചാപ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഫൈനലി 4 ചാപ്റ്റർ. അതാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് ഫുൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യുന്നത് റെഡി ആക്കിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട്, അതായത് ആൻസർ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫൈനൽ വരുന്ന റെഡി ആയുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ എന്ത് ചെയ്യും, പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ബോഡി ഹൂസ് മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് കോൺസ്റ്റൻറ്റ് ഡാഷ്. ഒരു ബോഡിയുടെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവൻ്റെ എന്ത് കോൺസ്റ്റൻ്റ് ആയേ പറ്റുള്ളൂ എന്നുള്ളത്. ആക്സിലറേഷൻ ആണോ, വെലോസിറ്റി ആണോ, ഫോഴ്സ് ആണോ, നൺ ഓഫ് ദിസ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെൽ. ചെറിയ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടോ. നിങ്ങളുടെ മാർക്കിനെ 60 ഔട്ട് 60 ആക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം പഠിച്ചോ, നിങ്ങളുടെ മാർക്ക് അതായിരിക്കും, നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് പി ഈസ് ഈക്വൽ ടു മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ മാസ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. ഓഫ് കോഴ്സ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, വെലോസിറ്റി ആണ്. ഓക്കെ, അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളൂ. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്ക് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് കൺക്ലൂഷൻ ഫ്രം ദ ഗിവൺ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഗ്രാഫിൽ നിന്ന്, അതായത് ഒന്നുമില്ല, ഈ ഗ്രാഫ് ഏത് കണ്ടീഷനിലാണ് ഇങ്ങനൊരു ഷേപ്പ് വരിക. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ആക്സിലറേറ്റഡ് മോഷൻ ആണോ, അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ ആണോ, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കേസിലാണോ ഇങ്ങനെ ഉണ്ടാവുക, അല്ലെങ്കിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാവുന്ന സമയത്താണോ. നമുക്കറിയാം മുകളിലോട്ട് വന്ന് താഴേക്ക് വരുന്ന ഈ ഗ്രാഫ് റിട്ടാർഡഡ് മോഷനാണ്. നേരെ തിരിച്ചിട്ടാണെങ്കിൽ ആക്സിലറേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആകുമായിരുന്നു. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് ദ അപ്പർ മോസ്റ്റ് പോയിന്റ് ഓഫ് എ പ്രൊജക്ടൈൽ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഞാൻ ഇന്ന് എടുത്ത ഒരു സെഷനിൽ ഈ കാര്യം എടുത്ത് പറഞ്ഞത്, കാരണം ഹയസ്റ്റ് പോയിന്റ് ഇഷ്ട ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മോഡലാണെങ്കിൽ പോലും ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താ കണ്ടില്ലേ. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നോർമലി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എന്താ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വായിലിങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹയസ്റ്റ് പോയിന്റിലെ ഒരു പ്രൊജക്ടൈലിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. തെറ്റിക്കാതെ അതിൻ്റെ ആൻസർ സ്വയം നിങ്ങൾ അറിയുന്ന ആൻസർ ചെയ്താൽ ഗൂഗിളോ മറ്റൊന്നും സെർച്ച് ചെയ്യരുത്. ഹയസ്റ്റ് പോയിന്റിൽ എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ടൈൽ മോഷനാണ്. ഓക്കെ, ആ പ്രൊജക്ടൈൽ മോഷൻ്റെ ഹയസ്റ്റ് പാത്തിൽ, അതായത് ഏറ്റവും ടോപ്പിലെ പോയിന്റിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക, ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ആക്സിലറേഷൻ ആംഗിൾ 90 ഡിഗ്രിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോഡി ഈസ് സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്. ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആൻഡ് ദ സ്ലോപ്പ് ആംഗിൾ തീറ്റ ഓഫ് ദ പ്ലെയിൻ ഈസ് ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒക്കെ വരുന്നത് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ.
മ്യൂസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതിനൊന്നും ഒരു ഡൗട്ടും വെക്കരുത്. മ്യൂസ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ, ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ എസ് എന്നൊക്കെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അതുപോലെ ആംഗിൾ ഓഫ് ഫ്രിക്ഷനിലൊക്കെ പറയാറുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആർ ഡബിൾഡ്, വർക്ക് വുഡ് ബി. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് മനസ്സിലായി. ഫോഴ്സും ഡബിളാക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിളാക്കി. ഡബ്ല്യു സിക്കൽ എഫ് എസ്, അപ്പോൾ എഫും 2 ആയി, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് 2 ആയി. 2 × 2 4 ടൈംസ് ആയിട്ട്. അതൊരു ബേസ് ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, ദ കോമ്പണൻറ്റ് ഓഫ് എ വെക്ടർ ഈസ്, മെല്ലെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഒരു വെക്ടറിൻ്റെ കോമ്പണൻറ്റ് നമ്മൾ എക്സ് കോമ്പണൻറ്റ്, വൈ കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഓൾവേസ് ലെസ് ദാൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡിനേക്കാൾ കുറവേ എപ്പോഴും ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി ആണെങ്കിലോ ഈക്വൽ ടു ആയിരിക്കും എന്നാണ്. മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് കോമ്പണൻറ്റ് ഉണ്ടാകുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ഇതൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും. കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്താ വരിക? ഓക്കെ, നമ്മൾ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ എപ്പോഴും കുറവേ ഉണ്ടാവും. ഓൾവേസ് ലെസ് ദാൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡാണ്. അറിയില്ലേ, ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം. ഒരു വെക്ടറിൻ്റെ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കുറവേ ഉണ്ടാവും. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ, 1 വേർഡ് നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും ആണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഉണ്ട്, അതും കൂടി പറയാണ്. അറിയാത്തവർ അത് പഠിച്ചു നോക്കാം. M-1 L ക്യൂബ് T-2. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ 29 സബും അതിനേക്കാൾ കൂടുതൽ ഞാൻ റിലേറ്റഡ് പറയുകയും ചെയ്യും. പറഞ്ഞ കറക്റ്റ് നോട്ട് ചെയ്യാം മക്കളെ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഷുവർലി നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഹെൽപ്പ് എന്തായാലും കാണാൻ വേണ്ടി പറ്റും, യൂസ്ഫുൾ കാണാൻ വേണ്ടി പറ്റും. കാരണം ഈ ലെവലിൽ ടഫ്നെസ്സും കാര്യങ്ങളിലൊക്കെ ഒന്നും എന്തായാലും എത്തില്ല കേട്ടോ, അത് ഗ്യാരണ്ടി ഞാൻ പറയാം. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ M-1 L ക്യൂബ് T-2 ആണ്. ബി മോളാർ ഗ്യാസ് ഡെൻസിറ്റീൻ്റെ കേസിലും നമുക്ക് ഡയമെൻഷൻ കാര്യങ്ങൾ പറയാനുണ്ട്. മോളാർ ഗ്യാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റീൻ്റെ കേസ് വരുന്നത്, ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് മോളാർ സ്പെസിഫിക് ആ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് ഡയമെൻഷൻ ഉണ്ട്. റിലേറ്റീവ് വെലോസിറ്റിക്കും ഡയമെൻഷൻ ഉണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ലാത്തത് റിലേറ്റീവ് ഡെൻസിറ്റി ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ചിന്തിച്ചാൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. റിലേറ്റീവ് വരുന്നതിൽ ഒരാൾക്ക് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ, അത് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റിക്ക് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. ബാക്കി വരുന്ന റിലേറ്റീവ്, ഇപ്പം കണ്ട ഡെൻസിറ്റി, റിലേറ്റീവ്, ബാക്കി എസ്പെഷ്യലി +2 കാര്യങ്ങൾ ബാക്കിയുള്ളത് റിലേറ്റീവ് പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഓക്കെ, അതൊക്കെ കുറച്ച് എൻട്രൻസ് ലെവൽ കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് നമ്മൾ 1 വേർഡ്. മോശമില്ല, ഒരു വലിയ ടഫ് ആണെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടൊന്നുമില്ല, വലിയ ടഫ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ നിന്ന് കണ്ടത്. 2 മാർക്കിൻ്റെ സെഷനിലേക്ക് നമുക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ട് എയും ബിയും ഉണ്ട്. എ പാർട്ട് നമ്മൾ സെയിം ഫോർമാറ്റ്, നിങ്ങൾക്കറിയാം എയും ബി ആ ഫോർമാറ്റ് തന്നെയാണ് ഉണ്ടാവുക. Plot the speed time graph of a car traveling at a uniform speed of 80 km/h. ഒരു 80 km/h മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ സ്പീഡ് ടൈം വരക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞില്ല. ഓൺ ദ സെയിം ഗ്രാഫ്, അതേ ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ സെക്കൻഡ് കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആൻഡ് യൂണിഫോംലി ആക്സിലറേറ്റിംഗ് ടു എ മാക്സിമം സ്പീഡ് ഓഫ് 80 km/h. ഇപ്പോൾ ഈ ഒരു കേസ് പറയുന്ന സമയത്ത് രണ്ടും വരുന്ന സമയത്ത് ചെറുങ്ങനെ ഒരു ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഫണ്ടമെൻ്റലാണ്. ഞാൻ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഞാൻ ടൈപ്പ് ചെയ്ത് സമയം കളയാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, സ്ക്രീനിൽ തന്നെ കൊടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കും. ഫസ്റ്റ് വണ്ണിൻ്റെ കാരണം മനസ്സിലായോ? ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. പാരലൽ ടു നമ്മുടെ ടൈം വരുന്ന ആക്സിസ് ആയിട്ടുള്ള എക്സ് ആക്സിന് പാരലാണ്. രണ്ടാമത്തെ അങ്ങനെയല്ല, ഇവൻ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും, അത്രയേ ഉള്ളൂ. പിന്നെ മെല്ലെ ഇങ്ങനെ കയറി 80ലേക്ക് എത്തുന്നു. ആ 80 വേണമെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ആ എ എന്ന് പറയുന്ന പോയിന്റിന് അവിടെ നമുക്ക് 80 എന്ന് കൊടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇനി ബി പാർട്ട് പറയുന്നത്, വാട്ട് റിലേഷൻ ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ 2 cars ഡ്യൂറിങ് ദ ടൈം ഇൻ വിച്ച് ദ സെക്കൻഡ് കാർ ഈസ് ആക്സിലറേറ്റിംഗ് എന്നുള്ളതാണ്. അതായത് 2 കേസിലും ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ മതി. ഫസ്റ്റ് കാറിൻ്റെയും സെക്കൻഡ് കാറിൻ്റെയും ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള റിലേഷൻ എന്താ? നിങ്ങൾ ഫസ്റ്റ് വണ്ണിന് നോക്കിയാൽ അതിൻ്റെ ഏരിയ എന്താ? അത് കോൺസെപ്റ്റ് മനസ്സിലായില്ല, അത് മോശമില്ല അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അല്ലടാ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്റ്റൻസ് നോക്കി നമ്മൾ വിളിക്കുന്നത്. അതിന് മാഗ്നിറ്റ്യൂഡ് ആണല്ലോ ഡിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് കാറിൻ്റെ കേസിലാണെന്നെങ്കിലും ആ റെക്റ്റാങ്കിൾ ഫുള്ളുണ്ട്. റെഡിയാണോ? ആ ABOC അല്ലെങ്കിൽ OABC എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഫുള്ള് എടുക്കണം. ഇതേസമയം സെക്കൻഡ് കാർ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണെങ്കിലോ ആ OBC എന്ന് പറയുന്ന
ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. റെഡിയാണോ? അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ ഡബിൾ അല്ലേ, ട്വൈസ് അല്ലേ? റെഡിയാണോ? മനസ്സിലായി? അപ്പോൾ ആ കോൺസെപ്റ്റ് നൈസായിട്ട് ഇൻക്ലൂഡ് ചെയ്ത്. ഏതാ കോൺസെപ്റ്റ്? ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ, മോസ്റ്റ്മില്ല ഒരു ആവറേജ് ക്വസ്റ്റ്യനും, ബട്ട് വലിയ ഈസി അല്ല, ഒരു ചെറിയൊരു എബവ് ആവറേജ് എന്ന് പറയാം. ഓക്കെ, ടൈം കളയേണ്ട, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ ഷോസ് 4 വെക്ടേഴ്സ് ഇൻ എ പ്ലെയിൻ. ആയിക്കോട്ടെ, കുറേ വെക്ടേഴ്സ്, 4 വെക്ടേഴ്സ് ആണല്ലേ, 4 വെക്ടേഴ്സ് ഇൻ എ പ്ലെയിൻ. ഓക്കെ, അവിടെ പല രീതിയിൽ പേര് കൊടുത്തു എന്നേ ഉള്ളൂ. എനിവേ നമുക്ക് കുറേ വെക്ടേഴ്സുകൾ അവിടെ കാണാം. എന്തായിക്കോട്ടെ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ വെക്ടേഴ്സ് ആർ ഈക്വൽ വെക്ടേഴ്സ്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, ഈക്വൽ വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടർ, നൾ വെക്ടർ. മോഡൽ നള്ളാണ് വന്നത്. യൂണിറ്റ് വെക്ടറിനെ കുറിച്ച്, യൂണിറ്റ് വെക്ടർ കണ്ടെത്താനും അതുപോലെ തന്നെ ഈക്വൽ വെക്ടറും നെഗറ്റീവ് വെക്ടറും മോഡുലസ് ഓഫ് എ വെക്ടറൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാണ്. ഇവിടെ ഈക്വൽ വെക്ടറാണ് ചോദിച്ചത്. ഇതിൽ ഏതാണ് ഈക്വൽ വെക്ടർ? ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഇവിടെ നോക്കിയേ, OA 3 മീറ്ററാണ് മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആരോ മാർക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതേ നിങ്ങൾക്ക് മനസ്സിലായി, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 3 മീറ്റർ വരണം. ഓക്കെ, അപ്പോൾ OE അല്ല, OF അല്ല, OC കാണാം. ബട്ട് OC 3 മീറ്റർ തന്നെയാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. OD പിന്നെ 3 മീറ്റർ ഏതോ ഒരു ഡയറക്ഷനില്ല. അപ്പോൾ OA മാഗ്നിറ്റ്യൂഡും സെയിം, ഡയറക്ഷനും സെയിം, അത് OAയും OB ആണ്, ഒരു ഡൗട്ടുമില്ല. അപ്പോൾ ആൻസർ OA ആൻഡ് OB വെക്ടേഴ്സ് ആണ് വരിക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ, സിമ്പിൾ. 1 വെക്ടർ ഈസ് നെഗറ്റീവ് ഓഫ് അനദർ, വിച്ച് ആർ ദേ ആൻഡ് വൈ? പിന്നെ പറഞ്ഞു OAയും OCയും വേണം പറയാം അല്ലേ. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ടോപ്പിക്കിലൂടെ അല്ലെ, ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ടോപ്പിക്സ് മാക്സിമം കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്താ, ഇമ്പോർട്ടൻസ് എന്താ? ഡിഫറെൻറ്റ് മോഡ് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, OAയും OCയും നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇതേപോലെ അപ്പോൾ ഡൗട്ട് വരും, സാർ അപ്പോൾ OB OCയും പറഞ്ഞൂടെ? ഓഫ് കോഴ്സ് പറയാം. അപ്പോൾ OAയും OC പറയാം, അതുപോലെ OBയും OCയും പറയാം. ഈ രണ്ട് ടീമും എന്ത് തന്നെയാണ്, നെഗറ്റീവ് വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 10, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫോഴ്സ് ഞാൻ തന്നെ പറഞ്ഞു തീർക്കുകയാണ്. ഡയമെൻഷൻ MLT-2 ആണ്. ഓക്കെ, kg m/s², SI യൂണിറ്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസെപ്റ്റും ഞാൻ തന്നെ പറഞ്ഞതാണ്, M-1 L³ T-2. അപ്പോൾ എന്ത് വരും? kg -1 m³ S⁻². ഫോഴ്സ് കോൺസ്റ്റന്റ്, നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒക്കെ പറയുന്ന അവൻ്റെ യൂണിറ്റ് തന്നു. യൂണിറ്റ് കിട്ടാൻ നമുക്ക് ഡയമെൻഷൻ വളരെ ബേസ് ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണമായിരുന്നു. ഓക്കെ, കാരണം നമുക്ക് ആ യൂണിറ്റിലൂടെ തന്നെ ഡയമെൻഷൻ എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ ചിന്തിച്ച് എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കണം. kg/s². അപ്പോൾ ഇവിടെ എന്താ വരും? ഇപ്പുറത്താണെങ്കിൽ m/t² അല്ലെങ്കിൽ MT⁻². പിന്നെ വന്നത് അത് നല്ല ക്വസ്റ്റ്യൻ, ML² T-1 അല്ലെങ്കിൽ kg/m²/s അല്ലെങ്കിൽ S-1 ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ യൂണിറ്റ് ആണ്? ആംഗുലാർ മൊമെൻറ്റം പറയാം, അല്ലെങ്കിലോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറയാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് നമ്മൾ എത്തുന്നു. ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ലോസ് ഓഫ് മോഷൻ. നല്ല കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ എ ക്വസ്റ്റ്യൻ, എ സ്റ്റോൺ ഓഫ് മാസ് 0.1 കിലോഗ്രാം ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ വിൻഡോ ഓഫ് എ സ്റ്റേഷനറി ട്രെയിൻ. ഒരു സ്റ്റേഷനറി ട്രെയിനിൻ്റെ വിൻഡോയിൽ നിന്നും താഴേക്ക് ഒരു 0.1 കിലോഗ്രാം മാസിൽ ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ? എവിടെ എന്താ നെറ്റ് ഫോഴ്സ്? F=mg. ഇവിടെ M എത്രയാണ്? M 0.1, G 10 എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, നമ്മൾ 9.8 എടുത്തോളും. 0.1 × 9.8, ആൻസർ വിൽ ബി 0.98 ന്യൂട്ടൺ. നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും, കാരണം ഡയറക്ഷൻ കൂടി ചോദിച്ചുകൊണ്ടാണ് നേരെ കുത്തനെ താഴേക്കാണെന്ന് ഞാൻ അവിടെ പറഞ്ഞത്. ഓക്കെ, അതിൽ ബി പാർട്ട്, ദ സെയിം സ്റ്റോൺ ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ വിൻഡോ ഓഫ് എ ട്രെയിൻ റണ്ണിങ് അറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് 36 km/h. ഇത് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കമൻറ്റ്, കാരണം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ ബാക്കിയുള്ള 2 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മിനിമം ഞാൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, എ മോട്ടോർ സൈക്കിൾ ആൻഡ് എ ബസ് ആർ മൂവിങ് വിത്ത് സെയിം മൊമെൻറ്റം, വിച്ച് ഓഫ് ദം ഹാസ് greater kinetic energy, justify your answer. മക്കളെ, ഇത് മസ്റ്റ് സ്റ്റഡി ഐറ്റം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഏത് ക്വസ്റ്റ്യൻ? ഈ മോഡൽ, അതായത് ഇന്നാൾക്ക് രണ്ടാൾക്കും ഒരേ മൊമെൻറ്റമാണ്, ആർക്ക് കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയും, രണ്ടാൾക്കും ഒരേ കൈനറ്റിക് എനർജിയാണ്, ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും മാസും. അതാണ് ബസ്, മോട്ടോർ സൈക്കിൾ മാസ് ആണല്ലോ. അപ്പോൾ K = P²/2m. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ KE = 1/m. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, പറയുന്ന കാര്യം നോട്ട് ചെയ്യാൻ നോക്കണം മക്കളെ. KE = 1/m. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല. അപ്പോൾ മാസ് കുറഞ്ഞ ആൾക്ക്
കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുതൽ ആർക്കാണ് ചോദിച്ചത്? അപ്പോൾ മാസ് കുറയണം. മാസ് കുറഞ്ഞ ആൾ ബസ്സും മോട്ടോർ സൈക്കിൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമലി ഒരു സിറ്റുവേഷൻ മോട്ടോർ സൈക്കിളാണ്. സോ ആൻസർ ഈസ് മോട്ടോർ സൈക്കിളാണ്. ക്ലിയർ ആയില്ല? അപ്പോൾ എന്തുകൊണ്ട് മോട്ടോർ സൈക്കിൾ എന്നുള്ള കാര്യം കൂടി അതാണ് ജസ്റ്റിഫൈ. അതാണ് കെ ഇ പ്രൊപ്പോർഷണൽ ടു 1/m എന്നുള്ള ആ കാര്യം കൂടി പഠിക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. ദ ഗിവൺ ഗ്രാഫ് ABCD ഷോസ് വേരിയേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് ടൈം ഫോർ എ ബോഡി പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫേസ്. ഫോഴ്സ് ടൈം ഗ്രാഫാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും. അതിലെ ക്വസ്റ്റ്യൻ യൂസിങ് ദ ഗിവൺ ഗ്രാഫ് സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഈ ഗ്രാഫ് വെച്ചിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ട്രൂ ആണ് ഫോൾസ് എന്ന് പറയണം. ആയിക്കോട്ടെ. ഫസ്റ്റ് വൺ, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി along AB is constant. കണ്ട ഫിഗർ കണ്ടാൽ മനസ്സിലാവും AB എന്ന് പറഞ്ഞ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. പക്ക ട്രൂ ആണ്. രണ്ടാമത്തത്, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി along CD is 0. എന്തിടാ സിമ്പിൾ. CD അത് നമ്മുടെ ആ ആക്സിസിലാണ് അല്ലേ? CD നിങ്ങൾ കണ്ട ടൈം ആക്സിസിലാണ്. ശരിയാണ്, അതും പെർഫെക്റ്റ് ആണ്. ട്രൂ അത് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങനെയില്ലേ, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേ ഫാൾസ് ആയിരിക്കുമോ? അതൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് 2 ട്രൂ ആയിരിക്കും എന്നല്ല, എപ്പോഴും 2 ട്രൂ അല്ല 3 ട്രൂ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, 2 ട്രൂ ആവാം, 1 ട്രൂ ഒരു ഫാൾസ് ആവാം. അതിനൊരു പെർഫെക്റ്റ് നമ്മൾ ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വരുള്ളൂ, നമുക്കൊരു മൈൻഡ് അങ്ങനെ ഉണ്ട്, ഇതിങ്ങനെ വന്നത് ഇങ്ങനെ വരില്ല, അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യുക. അതിൽ ബി പാർട്ട് ഡ്രോ മൊമെൻറ്റം ടൈം ഗ്രാഫ് ഫോർ ദ ഗിവൺ ഗ്രാഫ്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടെത്തി നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തതുപോലെ ആയിരിക്കും വരിക. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, മൊമെൻറ്റം ടൈം ഗ്രാഫ് ഈ രീതിയിലാണ് അവിടെ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കാരണം ആദ്യം കൂടി വരും. മൊമെൻറ്റം കൂടി വന്ന് കോൺസ്റ്റൻ്റ് ആയി, പിന്നെ അത് കൂടി വന്ന് ടോപ്പ് എത്തി, പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അതാണ് നമ്മളെ ആ ഒരു CD ആ ഒരു മൊമെൻറ്റം ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് നിൽക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കാരണം മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയാൽ ഫോഴ്സ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? dp/dt വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, പക്ഷേ ഇതിനേക്കാൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടവർക്കറിയാം. കാണാത്തവർ അതൊക്കെ കാണും മക്കളെ, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, 5.1250 5 0.06900 4 ആണ്. അത് വല്ല സമയം കളയണ്ട. 3 മാർക്കിൻ്റെ സെഷനിലൊക്കെ നമ്മൾ എത്തിയാണ്. അത് 15ാമത്തെ, വൈൽ ഡിസ്കസിങ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം വൺ ഓഫ് ദ സ്റ്റുഡൻസ് argued that the period depends on the mass of the bob. What is your opinion? ഒരിക്കലും മാസ് ഡിപ്പെൻഡ്. ആ കുട്ടി പറഞ്ഞത് പക്ക റോങ് ആണെന്നുള്ള കാര്യം പറയണം. കാരണം സിമ്പിൾ പെന്നത്ര ടൈം പീരീഡ് 2π√L/g ആണ്. ഒരിക്കലും മാസ് ഓഫ് ദ ബോബിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് റോങ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഹൗ വിൽ യു പ്രൂവ് ദിസ് ആർഗ്യുമെൻറ്റ്? ഡയമെൻഷനലി നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ പറയണം ടിയും എമ്മും എല്ലും ജി എടുക്കുക. അങ്ങനെ നമ്മൾ ടി പ്രൊപ്പോർഷണൽ MLG. നല്ല ക്വസ്റ്റ്യനാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിൻ്റെ ഡിറൈവ് ചെയ്യാൻ നമ്മൾ നൈസായിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയാണ്. ഡിറൈവ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ടിയും എമ്മും എല്ലും ജി എടുത്ത് ചെയ്യണം. നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. ബട്ട് അവിടെ നമ്മൾ ചെയ്ത് വരുമ്പോൾ എം ക്യാൻസൽ ആയി പോകും എന്നുള്ളതാണ്. എമ്മിൻ്റെ പവർ 0 ആയി പോകും കേട്ടോ. അതാണ് സാധനം. എല്ലും ജി മാത്രമേ അവിടെ നിൽക്കുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16 പോവുകയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. സിമ്പിളാണ്. ഡിറൈവിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ, വേറൊന്നുമില്ലേ. Gopal dropped an apple from the top of his flat at a height of 10 meters. He told his sister Sita on the ground below that it will reach the ground in 2 seconds after he dropped it. ഓക്കെ, ഒരാൾ സെർട്ടൻ ഹൈറ്റിൽ നിന്നും ടോപ്പിൽ ഒരു ഹൈറ്റ് 10 മീറ്റർ ഹൈറ്റിൽ നിന്നും ഒരു ആപ്പിൾ അല്ലേ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അയാൾ സിസ്റ്റർ സീത ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. 2 സെക്കൻഡോടെ എത്തുന്ന പറഞ്ഞത്. ക്യാൻ ഷീ ക്യാച്ച് ഇറ്റ് ആഫ്റ്റർ 2 seconds? ആഫ്റ്റർ 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ബേസ് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ഡിറൈവ് എ സ്യൂട്ടബിൾ റിലേഷൻ ഫോർ ടൈം ഓഫ് ഫാൾ. ഏതാ കോൺസെപ്റ്റ്? ഫ്രീലി ഫാളിംഗ് ഇടാ. T is equal to √2h/g ഡെറിവേഷൻ ഇല്ലേ? നമ്മൾ S = ut + ½ എന്നിട്ട് H is equal to S ഒരു H കൊടുക്കുന്നു. U 0 ആണ്. ഞാൻ പറഞ്ഞ വെച്ച് നോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോട്ട് ചെയ്യാം. ബേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ S ഒരു H കൊടുക്കാം. U 0 ആണ്. അപ്പോൾ H is equal to ½ അതിൽ നിന്ന് T² 2h/g. T is equal to √2h/g. മക്കളെ കുറേ ആൾക്ക് ഇത് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഒന്ന് പോസ് ചെയ്ത് എഴുതാൻ പറ്റും. കാരണം എനിക്ക് സിസ്റ്റം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. കാരണം എല്ലാം കൂടി റെഡി ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സാമെല്ലാം കഴിയും. T is equal to √2h/g ഡെറിവേഷനാണ് അവിടെ ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ, അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. വാട്ട് വിൽ ബി ഇറ്റ്സ് സ്ലോപ്പ് എന്നുള്ള കാര്യം. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ VT ഗ്രാഫ് നമ്മൾ സാധാരണ മുകളിലോട്ട് വരക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ താഴേക്ക് വരയ്ക്കുന്ന ഗ്രാഫ്. ഓക്കെ, ഞാൻ സ്ക്രീനിൽ അത് കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് ആ ഗ്രാഫ് വരിക. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് ഓഫ് V/T ഈസ് എ കോൺസ്റ്റൻറ്റ് നമുക്ക് വിളിക്കാം. അതായത് ഇവിടെ ആക്സിലറേഷൻ ആണ്. V/T VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? ആക്സിലറേഷൻ ആണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 പാരലോഗ്രാമാണ്. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടിക്കുന്നില്ല. പാരലോഗ്രാമാണ് ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വന്ന ഒന്നാണ് പാരലോഗ്രാം. അടുത്ത 18 ഫണ്ടമെൻ്റൽ
ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ട് അക്കോർഡിംഗ് ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഏത് ലോ വെച്ചിട്ടാണ് ഫോഴ്സ് മെഷർ ചെയ്യുക? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഓക്കെ, അതിലൂടെ എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ് F=ma ഡെറിവേഷൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു കൺസർവേറ്റീവ് ആൻഡ്, കണ്ടോ എല്ലാ ഭാഗത്തേക്ക് പോകുന്നുണ്ട്, കൺസർവേറ്റീവ്, നോൺ കൺസർവ്. ഇനി കൊളീഷനെ വരാത്തേ ഉള്ളൂ, ബാക്കി ഏകദേശം വന്നു. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് ടൈപ്സ് ഓഫ് വർക്കിന്റെ കേസ്, കൺസർവേറ്റീവ്, നോൺ മാഗ്നറ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ പട്ടും പറഞ്ഞിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ്, ഫ്രിക്ഷൻ നോൺ കൺസർവേറ്റീവ്, വിസ്കസ് നോൺ കൺസർവേറ്റീവ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇപ്പം നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം ഫ്രിക്ഷനും വിസ്കസും നോൺ കൺസർവേറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം എടുത്ത് പഠിക്കുക. സ്പ്രിംഗ് ഫോഴ്സ് ഇതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് നമ്മൾ നോൺ കൺസർവേറ്റീവ് പറയാറുണ്ട്, ബട്ട് കൺസർവേറ്റീവ് തന്നെയാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുക. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാറ്റം വരും. ഒന്നുമില്ല, നിങ്ങളെ സംബന്ധിച്ചും കൺസർവേറ്റീവ് മതി കേട്ടോ. ദെൻ ബി പാർട്ട്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ക്ലോസ്ഡ് വെർട്ടിക്കൽ സർക്കിൾ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. അതൊരു നൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പഠിച്ച കുട്ടിയായിരിക്കാം, ബട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മോഡിലൂടെ. വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കമ്പിത്തിരിയൊക്കെ പിരിച്ചിരിക്കുന്നില്ലേ, ലൈക്ക് ദാറ്റ്. കാരണം അവിടുത്തെ ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫോർ എ റൗണ്ട് ട്രിപ്പ് വർക്ക് ചെയ്യൂല. സോ ആൻസർ വിൽ ബി 0. മനസ്സിലായി? ആ പോകുന്ന പോക്കണ്ടോ? കാരണം അവിടെ വർക്ക് 0 ആണ് വരിക. കാരണം കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു റൗണ്ട് ട്രിപ്പിൽ ചെയ്യുന്ന വർക്ക് 0 ആണെന്ന് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മുടെ ഹാഫ് ഇയർ എക്സാമിലൊക്കെ വന്നതാണ്. മെക്കാനിക്കൽ എനർജി ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ അതിൻ്റെ ഗ്രാഫ് കൂടി MGH ABC നമ്മൾ ചെയ്യുന്നില്ലേ, അതിൻ്റെ ഗ്രാഫ് കൂടി വരയ്ക്കാൻ അറിയണം. ക്വസ്റ്റ്യൻ നമ്പർ 21, എ ചൈൽഡ് ഓഫ് മാസ് 30 കിലോഗ്രാം ഈ സ്റ്റാൻഡിങ് ഇൻസൈഡ് എ ലിഫ്റ്റ്. ഓക്കെ, 30 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ. മനസ്സിലായിട്ടുണ്ട്? അപ്പാരൻറ്റ് വെയിറ്റ് കോൺസെപ്റ്റ് ആണ്. എ പാർട്ട്, വാട്ട് ഹാപ്പൻസ് ടു ദ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ് ഇഫ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷനിൽ ആ കുട്ടി മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? നമുക്കറിയാം അപ്പാരൻറ്റ് വെയിറ്റ് എന്താവും? mg എന്നുള്ള സാധനം m×g+a, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് g+a. വെയിറ്റ്, അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ മാൻ വിൽ ഇൻക്രീസ് എന്ന് പറയേണ്ടി വരും. ദെൻ ബി പാർട്ട്, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ്. നമുക്കറിയാം m×g+a, അതിനെ പിന്നെ പറഞ്ഞത്. Then C part, find the apparent problem ആണെന്ന് തോന്നുന്നുണ്ട്. If the lift is moving down with constant acceleration of 5 meter per second സ്ക്വയറിൽ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്തായിരിക്കും? അപ്പോൾ എന്താ ഇക്വേഷൻ? m×g-a. g 10 ആയിട്ട് എടുത്തതിനെ കുറച്ച് നന്നായിരിക്കും. 10 എടുക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. 9.8 എടുക്കണം, ബട്ട് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് വരുന്നുണ്ട് മക്കളെ. 10 എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? m×g-a. m എത്രയാണ്? 30. g എത്രയാണ്? 10 ആണ്. -a 5 ആണ്. അപ്പോൾ 30 × 10 - 5. 10 - 5 വിത്തിൻ ബ്രാക്കറ്റ് ആണ്. 10 - 5 5 ആണ്. അപ്പോൾ 5 × 30 ആൻസർ വിൽ ബി 150 ന്യൂട്ടൺ എന്ന് എഴുതണം. അവിടെ പോയിട്ട് kg ഒന്നും എഴുതിയേക്കരുത്. 4 മാർക്കിൻ്റെ സെഷനിലൊക്കെ നമ്മൾ എത്തിയാണ് മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 22, എ പാർട്ട്, ഈച്ച് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് മെഷേർഡ് ടു ബി 7.203 മീറ്റർ. നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. വാട്ട് ആർ ദ ടോട്ടൽ സർഫേസ് ഏരിയ ആൻഡ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ടു അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടിപൊളി, വന്നു സാധനം വന്നു. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. സർഫേസ് ഏരിയ, ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്താ? ഏരിയ എന്താണ്? നമുക്ക് സൈഡ് തന്നു, സൈഡിൻ്റെ സ്ക്വയർ ആണ് ഏരിയ. പക്ഷേ അത് മാത്രം പോരാ, 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. കാരണം ക്യൂബിനെ സംബന്ധിച്ചിടത്ത് 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പോസിബിൾ അല്ല. 6 × 7.203 സ്ക്വയർ ചെയ്യണം. ഓക്കെ, സൈഡാണ് 7.203, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബട്ട് അതാണോ മക്കളെ ആൻസർ? നിങ്ങളത് ടൈപ്പ് ചെയ്തപ്പോൾ ഒരു വലിയൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അതാണോ ആൻസർ? ഒരിക്കലും അല്ല. ബട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഫൈനൽ ആൻസർ എന്താ? തൊട്ട് മുമ്പത്തെ സ്മൈൽ എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ കോൺസെപ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. എന്താണ് മക്കളെ വരിക? കാരണം ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ആളുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 7.203 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 4 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉണ്ടാകാൻ പാടുള്ളൂ. വലിയൊരു നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് സ്ക്വയർ ആണ്, 4 ഡിജിറ്റാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും ചെയ്തു. ഒരു 8 ഡിജിറ്റിൻ്റെ മേലേക്ക് എന്തായാലും മിനിമം പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവരുത്, അങ്ങനെ എഴുതരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ റൗണ്ട് ചെയ്യണം. ബേസിക് റൗണ്ടിങ് ഓഫ് ഒക്കെ അറിഞ്ഞിരിക്കണം. തൊട്ടുമ്പത് വീഡിയോ കണ്ടവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. കഴിഞ്ഞില്ല, വോളിയം കണ്ടെത്തണം. വോളിയം എന്താ? സിംപ്ലി നമ്മൾ ഈ ഒരു 7.203 ക്യൂബ് എടുക്കുക. ഓക്കെ, ഒരു വലിയൊരു വാല്യൂ ക്യൂബാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വലിയൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് എഗെയിൻ ഒരു ഫുൾ ഡിജിറ്റ് എഴുതരുത്, 4 ഡിജിറ്റ് മാത്രം. 4 ഡിജിറ്റ് മീൻസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരത്തക്ക രീതിയിൽ റൗണ്ട് ചെയ്യണം. റെഡിയാണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ട് ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഫോർമാറ്റ് കൂടി പഠിക്കുക. നേരത്തെ നമ്മൾ തന്നില്ലേ നമ്പർ തന്ന്, അതൊരു ആവറേജ് അത് തന്നെയാണ് വരും. ബട്ട് ടഫ് ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ തൊട്ട് മുമ്പത്തെ സ്മൈൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബി പാർട്ട്, ഹാഫ് m² MGH. അതിൽ പോകണം മക്കളെ. ചെക്ക് ദ കറക്റ്റ്നസ് കേട്ട് കണ്ട് പ്രീവിയസ്. ക്വസ്റ്റ്യൻ നമ്പർ 23, സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് പ്രീവിയസ്. ഓക്കെ, മോഷൻ പ്ലെയിനിലെ അവസാനത്തെ ഭാഗമാണ്.
യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഭാഗത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് കണ്ട അത് മസ്റ്റായിട്ട് പഠിക്കുക. യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റൻറ്റ് സ്പീഡാണ് ഉണ്ടാവും, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ല. കാരണം ഈ ഭാഗത്ത് നിന്ന് മോഡലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്? എന്താണ് വെലോസിറ്റി? എന്താ? ടാൻജൻ്റ് ആണ്. ഹാഫ് ഇയർലിൽ ഓർമ്മയുണ്ട്, ഒരു കറക്കിക്കൊണ്ടിരുന്ന സമയത്ത് റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാര്യം അവിടെ എന്താ സംഭവിക്കുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഇനീഷ്യ കീപ്പ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് വെച്ച് അതുകൊണ്ടാണ് ടാൻജൻ്റായിട്ട് മൂവ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ടാൻജൻ്റ് ആണ് അറ്റ് എനി പോയിന്റ് നമുക്ക് വേണം പറയാം, അല്ലെങ്കിൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം നമുക്ക് പറയാം. ബി പാർട്ട് ഡ്രോ ഫിഗർ നമുക്ക് അതൊന്നുമില്ല, സർക്കുലർ മോഷൻ്റെ ഫിഗർ ഇല്ലേ, നമ്മൾ ഒരു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷൻ ചെയ്യാനുള്ള ഫിഗർ ഇല്ലേ, അത് തന്നെയാണ് സി പാർട്ട് ചോദിക്കുന്നതും. ആക്സലറേഷൻ ഓഫ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24 നമ്മൾ എത്തിയാണ്. എ പേഴ്സൺ ത്രോസ് എ ബോൾ അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 29.4 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് ഒരു ബോളിനെ ഒരാൾ ത്രോ ചെയ്തിട്ടുണ്ട്. ചൂസ് x ഈക്വൽ ടു 0 ആൻഡ് t ഈസ് ഈക്വൽ ടു 0 ബി ദ ലൊക്കേഷൻ ആൻഡ് ടൈം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഡയറക്ഷൻ ഇസ് ടേക്കൺ. അതായത് മുകൾ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീലി ഫാളിംഗ് ആയിരിക്കും, മുകളിലോട്ട് എറിഞ്ഞു, ബട്ട് മുകളിലാണ് നമ്മൾ, അതായത് x ഈക്വൽ ടു 0, അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷനും സ്റ്റാർട്ടിംഗ് ടൈമും മുകളിലാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. വെർട്ടിക്കലി ഡൗൺവേർഡ് താഴേക്കുള്ള ഡയറക്ഷൻ നിങ്ങൾ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് എക്സൈറ്റ്സ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഗിവ് ദ സൈൻസ് ഓഫ് പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഡ്യൂറിങ് ഇറ്റ്സ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് വശം. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ. കാരണം മിക്കവാറും നല്ല കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാകും. ഒന്നുമില്ല മക്കളെ, നമ്മളിവിടെ താഴേക്കാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ മുകളിലോട്ട് എറിയുന്ന കേസിൽ പൊസിഷൻ എന്താ? താഴേക്കാണ് പോസിറ്റീവ് എക്സൈറ്റ്സ്. അപ്പോൾ മുകളിലോട്ട് എറിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോഴാണ് നമുക്ക് ഡൗട്ട് അടിക്കുന്ന ഐറ്റം ആണെന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൈസാണ് കേട്ടോ. പൊസിഷൻ എന്താ എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. മുകളിലോട്ട് എറിയുന്ന കേസ് അപ്വേർഡ് ആണെങ്കിൽ പൊസിഷൻ നെഗറ്റീവാണ്, വെലോസിറ്റി നെഗറ്റീവാണ്, ബട്ട് ആക്സിലറേഷൻ എന്താ? പോസിറ്റീവാണ്. കാരണം എന്താ? ആക്സിലറേഷൻ എപ്പോഴും താഴേക്കാണ്. അപ്പോൾ താഴേക്കാണ് പോസിറ്റീവ് ആക്സ് എടുത്തത്, അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവാണ് വരിക. ഓക്കെ, ഇനി ഇതേ സമയം ഡൗൺവേർഡ് മോഷൻ ആണെങ്കിലോ പൊസിഷനും പോസിറ്റീവാണ്. കാരണം താഴേക്കാണ്, പൊസിഷനും പോസിറ്റീവാണ്, ആക്സിസും താഴേക്കാണ്. അതേസമയം വെലോസിറ്റിയും പോസിറ്റീവാണ്, ആക്സിലറേഷൻ പറയേണ്ട, അത് എപ്പോഴും പോസിറ്റീവാണ്. ക്ലിയർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ താഴേക്ക് വരുന്ന ആൾ പോസിറ്റീവും മുകളിലോട്ട് വരുന്ന ആൾ നെഗറ്റീവ് എടുക്കണം. ഏത് കേസിൽ? അപ്വേർഡ് മോഷൻ. ഇനി ഡൗൺവേർഡ് മോഷനിലാണെങ്കിലോ താഴേക്ക് വരുന്ന എല്ലാവരും എന്ത് തന്നെയാണ്? പോസിറ്റീവ്. അതുകൊണ്ട് മൂന്നാളും പൊസിഷനും വെലോസിറ്റിയും ആക്സലറേഷൻ മൂന്നാളും പോസിറ്റീവ്. ടു വാട്ട് ഹൈറ്റ് ദ ബോൾ റൈസ് ആൻഡ് ആഫ്റ്റർ ഹൗ ലോങ് ഡസ് ദ ബോൾ റിട്ടേൺ ടു ദ പ്ലേയേഴ്സ് ഹാൻഡ്? പ്രോബ്ലം. ഓക്കെ, എത്ര ഹൈറ്റിലേക്ക് എത്തും, അതുപോലെ തന്നെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് ആ പ്ലെയറിലേക്ക് തന്നെ തിരിച്ചെത്താൻ വേണ്ടി എത്ര സമയം എടുക്കും? നിങ്ങളെല്ലാം കണ്ട് മടുത്ത ക്വസ്റ്റ്യനാണ് മക്കളെ. ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആ പ്രോബ്ലം ചെയ്യുന്നുണ്ടോ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുക, പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വരണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇമ്പോർട്ടൻറ്റ് പറയുമ്പോഴും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ആൾ നോക്കിയെന്നറിയില്ല, മസ്റ്റായിട്ട് ആ ഭാഗം നോക്കാം. ഓക്കെ, നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. അതുപോലെ തന്നെ വി സിക്വൽ യു പ്ലസ് 80 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും. അതിൻ്റെ ഡബിൾ മുകളിലും താഴേക്കും കൂട്ടണം കേട്ടോ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം മക്കളെ. ഓൾറെഡി ആ മോഡൽ ചെയ്തുകൊണ്ട് ടൈം കളയാൻ നിൽക്കുന്നില്ല. ഒന്ന് പ്ലേലിസ്റ്റ് മോഷൻ സ്ട്രെയിലെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, സ്ട്രെയിലിലെ ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടു ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ആ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 25, സെവറൽ ഗെയിംസ് സച്ച് ആസ് ബില്ലിയാർഡ്സ്, മാർബിൾസ് ഓർ ക്യാരംസ് ഇൻവോൾവ്സ് കൊളീഷൻ. കൊളീഷൻ്റെ ഭാഗത്ത് എത്തി. മക്കളെ മനസ്സിലായില്ല വാട്ട് ഈസ് മെൻ ബൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, നോട്ട് ഇൻ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താ? ടോട്ടൽ ലീനിയർ മൊമെൻറ്റവും ടോട്ടൽ കൈനറ്റിക് എനർജി ഒക്കെ കൺസേർവ് ആയിട്ടുള്ള കൊളീഷനാണ്. പക്ഷേ ഇതേസമയം പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ആണെങ്കിലോ 2 ബോഡി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോർ ദാൻ 2 ബോഡീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോർ ദാൻ 1 ബോഡീസ് ഉണ്ടായിരുന്നു, മോർ ദാൻ 1 ബോഡി ഉണ്ടായിരുന്നു. ആഫ്റ്റർ കൊളീഷൻ ഇവർ സ്റ്റിക്ക് ചെയ്യുന്നു. അതാണ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്. അവിടെ കൈനറ്റിക് എനർജി കൺസേർവ് അല്ല. ഓക്കെ, ബി പാർട്ട് നമ്മളെ ഡെറിവേഷൻ ആണ്. പെർഫെക്റ്റ്ലി നമുക്കറിയില്ല u1 മൈനസ് u2 ഈക്വൽ ടു മൈനസ് ഓഫ് v1 മൈനസ് v2 എന്ന് പറയുന്ന ആ ഡെറിവേഷൻ. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഡെറിവേഷൻ വരുന്ന ആ ഒരു ഭാഗത്തിൽ ഫുൾ നമ്മൾ ഫൈനലി v1 v2 കണ്ടെത്തുന്നത് വേറെ വേണ്ട, റിലേറ്റീവ് കോൺസെപ്റ്റ്. ലാസ്റ്റ് 5 മാർക്കിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേണ്ട മക്കൾ ഇത് പഠിച്ചോളുക. ഓക്കെ, എൻ ഒബ്ജക്റ്റീവ്സ് പ്രൊജക്റ്റഡ് വിത്ത് ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. ഹൊറിസോണ്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഡെറിവേഷൻ. അതിൽ ബി പാർട്ട് ഏത് ആംഗിളിലാണ് മാക്സിമം ഹൈറ്റ് 1/4 ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ചിന് ഈക്വൽ ആവുക. അതായത് മാക്സിമം ഹൈറ്റും അതുപോലെ തന്നെ റേഞ്ച്, അതായത് h ഈക്വൽ ടു r/4 ആകുന്ന തീറ്റ എന്താ? എച്ചിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g കൊടുക്കുക. ആറിൻ്റെ ഇക്വേഷൻ ആണെങ്കിലോ യു സ്ക്വയർ സൈൻ 2θ ബൈ g കൊടുക്കുക, ഇൻറ്റു 1/4 ചെയ്യാം. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ 2θക്ക് പകരം 2 സൈൻ തീറ്റ നമ്മൾ ഡെറിവേഷനിൽ ഇതിന് മുകളിലത്തെ സ്റ്റെപ്പില്ലേ 2 സൈൻ തീറ്റ കോസ് തീറ്റ കൊടുക്കുക. എന്നിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഒന്ന് ക്യാൻസൽ ആവും. അപ്പോൾ LHS
LHS ഒരു സൈൻ തീറ്റ ഒന്ന് ചെയ്ത് നോക്ക്. സൈൻ തീറ്റയും കോസ് തീറ്റ ഈക്വൽ ആണെന്ന് കിട്ടും. കണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്നുണ്ടാകും. തീറ്റ ഈക്വൽ ടു 45 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് ചെയ്ത് നോക്ക്. കാരണം പ്രീവിയസ് ഉണ്ടായിരുന്ന ആ ഓർമ്മയിലാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, ഒന്നുമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട സൈൻ 2 തീറ്റ വരെ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ LHS സൈൻ സ്ക്വയർ തീറ്റയും ഇവിടെ ഒരു സൈൻ തീറ്റയുണ്ട്. ഒരു സൈൻ തീറ്റ കട്ടായി പോകും. ബാക്കി യു സ്ക്വയർ കട്ടാവും, ജി കട്ടാവും മക്കളെ. അതുകൊണ്ട് ഒരു 4 ഇടുന്നത്. കാരണം ഏകദേശം കട്ടാക്കി എല്ലാം കിട്ടും. സൈൻ തീറ്റ ഈക്വൽ കോസ് തീറ്റ കിട്ടും തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ബുദ്ധിമുട്ടില്ലേ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. 45 ഡിഗ്രി എന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഉറപ്പില്ല, ഓർമ്മ ശരിയാണെങ്കിൽ 45 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 പറഞ്ഞ് ബുദ്ധിമുട്ടില്ല. ബാങ്കിങ് ഓഫ് റോഡ് ഫിഗർ വരക്കാൻ അറിയാൻ വേരിയസ് ഫോഴ്സസ് മാക്സിമം നിങ്ങൾക്ക് അറിയാലോ മക്കളെ. ഓക്കെ, ബാങ്ക് റോഡിൽ പ്രോബ്ലം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, ആ പ്രോബ്ലമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കുക. ലെവൽ റോഡിലെ പ്രോബ്ലമാണ്. സ്കിപ്പ് ചെയ്യുമോ. റൂട്ട് മിയോ ചാർജ് നോക്കുക. മാക്സിമം സ്പീഡ് 80 km/h ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മിയോ ചാർജിൽ കൊടുത്തു നോക്കുക. ഈ വാല്യൂവിനേക്കാൾ കൂടുതലാണ് ചെങ്ങായി പോകുന്നെങ്കിൽ എന്തായാലും വീഴും. അതിനേക്കാൾ കുറവാണെങ്കിൽ വീഴൂല. ഇതിന് 28ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ ഓഫ് മാസ് 2000 kg ആണ്. നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 27 പ്രോബ്ലം ചെയ്തുകൊണ്ടാട്ടോ ഞാൻ പറയാതിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷനിൽ കൊടുക്കാനുള്ള ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. 28 അതൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. മാസ് 2000 kg ഈസ് ലിഫ്റ്റഡ് അപ്പ് എ ഡിസ്റ്റൻസ് ഓഫ് 30 meter ബൈ എ ക്രെയിൻ എ ഇൻ 1 minute. ദ സെക്കൻഡ് ക്രെയിൻ ബി ഡൺ ദ സെയിം ജോബ് ഇൻ 2 minutes. അതായത് 2 ക്രെയിൻ ഉണ്ട്. ക്രെയിൻ എ ചെയ്യുന്നത് 1 മിനിറ്റിൽ 2000 kg മാസുള്ള ഒരു കാറിനെ 30 meter ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേസമയം ക്രെയിൻ ബി ഇതേപോലെ 2000 kg മാസുള്ള ഒരു കാറിനെ 30 meter ഹൈറ്റിലേക്ക് തന്നെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ബട്ട് 2 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പവർ ഡിസിപ്പേഷൻ അഗേൻസ്റ്റ് ഫ്രിക്ഷൻ ഒക്കെ നിങ്ങളൊന്നും മൈൻഡ് ആക്കണ്ട, നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ക്രെയിൻ എ ഹാസ് മോർ വർക്ക്, ക്രെയിൻ ബി ഹാസ് മോർ വർക്ക്, ബോത്ത് ക്രെയിൻസ് ഹാവ് സെയിം വർക്ക്. ക്രെയിൻ എ ആണോ കൂടുതൽ വർക്ക് ചെയ്യുക, ബി ആണോ, അല്ലെങ്കിൽ രണ്ടാളും സെയിം ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ക്രെയിൻ വർക്ക് ചെയ്ത വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഹൈറ്റ് ലിഫ്റ്റ് വരുമ്പോൾ എന്താ ഇക്വേഷൻ മക്കളെ? mgh. നിങ്ങൾ വീഴല്ലേ അവിടെ ടൈം അവരെന്തും തന്നോട്ടെ, ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. mg ഇത് പവർ ഒന്നുമല്ലല്ലോ അവർ ചോദിച്ചാൽ, വർക്കല്ലേ ചോദിച്ചാൽ. mgh പറഞ്ഞു വരുന്നത് രണ്ടാളും ഒരേ വർക്ക് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കുക, ടൈം ഡിപ്പെൻസ് ഇല്ലാത്തത് കൊണ്ട്. ബി പാർട്ട്. വിച്ച് ക്രെയിൻ കൺസ്യൂംസ് മോർ ഫ്യൂവൽ? എക്സ്പ്ലെയിൻ. ഏത് ക്രെയിനാണ് കൂടുതൽ ഫ്യൂവൽ കത്തിക്കുന്നുണ്ടാവുക, കൂടുതൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക? നേരത്തെ പറഞ്ഞ വർക്ക് രണ്ടാൾക്കും സെയിം ആണ്. പിന്നെ രണ്ടാൾക്കും എമൗണ്ട് ഫ്യൂവലിൻ്റെ കേസ് പറയേണ്ട ആവശ്യമില്ല. കൺസംഷൻ ഒക്കെ സെയിം ആയിരിക്കും. കാരണം വർക്ക് ചെയ്യുന്നത് രണ്ടാൾക്കും ഒരേപോലെയാണ്. വർക്ക് തന്നെയാണ് എനർജി ആയിട്ട് മാറുന്നത്. അതാണ് ആ കോൺസെപ്റ്റ്. മൂന്നാമത്തത് വാട്ട് ഈസ് ദ പവർ? നൈസാണല്ലേ, വർക്ക് എന്ന് വന്നു എ ക്വസ്റ്റ്യൻ. ബി പാർട്ട് എനർജി ചോദിച്ചു, സി പാർട്ട് പവർ. അതാ പവർ മാറും മക്കളെ. കാരണം എന്താ, നമുക്ക് കണ്ടറിയാം എ എന്ന് പറയുന്ന ക്രെയിനെ സംബന്ധിച്ച പവർ കൂടുതലാണ്. കാരണം 1 മിനിറ്റ് കൊണ്ട് ഈ സംഭവം പണി ചെയ്ത് തീർന്ന്. പക്ഷേ സെക്കൻഡ് ക്രെയിൻ ആണെങ്കിലോ ക്രെയിൻ ബി ആണെങ്കിലോ 2 മിനിറ്റ് എടുത്തു. പറഞ്ഞു വരുന്നത് നമ്മൾ ഒന്നാമത്തെ ക്രെയിൻ്റെ പവർ P1 എന്ന് വിളിക്കാം. mgh ഡിവൈഡഡ് ബൈ ടി. അതായത് W/T mgh/T. ആ ടി 1 മിനിറ്റ് ആണ്. എം ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്. കാൽക്കുലേറ്റ് ആണ് ചോദിച്ചത്. അങ്ങനെ പവർ വാട്ട് ഈസ് ദ പവർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കാൽക്കുലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എം ഉണ്ട്, അപ്പോൾ എത്രയാണ്? 2000 ഇൻറ്റു ജി 9.8 ഇൻറ്റു എച്ച് 30 ഡിവൈഡഡ് ബൈ 1 മിനിറ്റ്. 1 മിനിറ്റിനെ 60 സെക്കൻഡ് നാക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് ഒന്നാമത്തെ ക്രെയിൻ എൻ്റെ പവർ. ഇതേസമയം ബി എന്ന് പറയുന്ന ക്രെയിൻ്റെ ആണെങ്കിൽ ഇതേ സാധനം ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 2 മിനിറ്റ്. അപ്പോൾ 2 × 60 120. അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ്റെ എ എന്ന് പറയുന്ന ക്രെയിൻ്റെ പവറിൻ്റെ ഹാഫ് ആയിരിക്കും ബി. കാരണം ഇവൻ 2 മിനിറ്റ് സമയം എടുത്തു ഇതേ സാധനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവനക്ക് പവർ കുറവാടാ, പവർ ഹാഫാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഈസ് ദ അടിപൊളി എല്ലാത്തിനും ആക്സിലറേഷൻ. ഓക്കെ, നമ്മൾ തൊട്ടും ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? കേട്ട് അല്ലെങ്കിൽ ക്യാൻ എ ബോഡി ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? വെലോസിറ്റി ഇല്ലാണ്ട് ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാകുമോ? ഷുവർലി ആൻസർ യെസ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തരുന്നുണ്ടോ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലെ ചേഞ്ച് ആണ് കേട്ടോ. ഒരു സെക്കൻഡിൽ എത്ര ചേഞ്ച് ആണ് എന്നാലും ആക്സിലറേഷൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? വെലോസിറ്റിയേ ഇല്ല കേട്ടാ. അങ്ങനെയാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. നോർമലി ചിന്തിക്കുന്ന കുട്ടി എന്താ പറയുക? നോ ആ പറയുക. ബട്ട് ഇവിടെ ആൻസർ എസ് ആണ്. ഇത് ഓൾറെഡി വർക്കൗട്ട് ചെയ്ത കുട്ടികൾക്കെല്ലാം അറിയാം എസ് ആണ്. നമുക്ക് 2 സിറ്റുവേഷൻ എടുത്ത് പറയാം. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്താ? ഹയസ്റ്റ് പോയിന്റ് അല്ലേ, പ്രൊജക്റ്റൈൽ കേസോ ഒരു ബോഡി മൂവ് ചെയ്ത കേസിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അവിടെ വെലോസിറ്റി ഇല്ല, ബട്ട് സ്റ്റിൽ ആക്സിലറേഷൻ ഉണ്ട്. ഇതുപോലത്തെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ എക്സ്ട്രീം പൊസിഷൻ റിലീസ് ചെയ്ത് മീൻ പൊസിഷൻ എത്തുന്ന സമയത്ത് വെലോസിറ്റി ഇല്ല, ബട്ട് സ്റ്റിൽ അവിടെ ആരുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, എക്സ്ട്രീം പൊസിഷനിൽ നേരെ തിരിച്ചിടാം. എക്സ്ട്രീം പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ? വെലോസിറ്റി 0 ആകും, ബട്ട് അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആട്ടോ, അവിടെ പറയണ്ട, അവിടെ പറയല്ല. എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി ഇങ്ങനെ പോയിട്ട് ആ എഡ്ജിലേക്ക് എത്തുന്നില്ലേ, അവിടെ വെലോസിറ്റി 0. ഞാൻ നേരത്തെ പറഞ്ഞ ഹയസ്റ്റ് പോയിന്റ് മതി. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മതി. ബി പാർട്ട് VT ഗ്രാഫ് വരക്കാൻ വേണ്ടി അറിയണം. ഒരു ഡൗട്ടും ഇല്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ് VT ഗ്രാഫ്. അതിൽ യൂണിഫോം ആക്സിലറേഷനിൽ നിങ്ങൾക്ക് വരക്കാൻ അറിയണം. സി പാർട്ട് S = UT + ½ VT² ഡെറിവേഷൻ. അത് മാത്രമല്ല V² = U² + 2AS ഉം
വളരെ ബേസിക് ആയിട്ടുള്ള ബി സിക്കൽ +8 ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവണം. മക്കളെ എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട്. ഒരു ടോപ്പിക്ക് ഒഴിഞ്ഞു എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വർക്കാണ്. എനിക്ക് പറയാനുള്ളത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, വർക്ക് എനർജി തിയറം. അത് മാത്രമേ എനിക്ക് അവിടെ ഒഴിഞ്ഞതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി ലോസ് ഓഫ് മോഷൻ നോക്കുകയാണെങ്കിൽ ഇമ്പൾസ് മൊമെൻറ്റം തിയറി, ആ ഒരു ഭാഗം, ഇനേഷ്യ, ഡിഫറെൻറ്റ് ടൈപ്സ് കൂടി, അതൊക്കെ ഫണ്ടമെൻ്റൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി സ്ട്രെയിറ്റ് ലൈനിൽ എല്ലാ കാര്യങ്ങളിലും പോയി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് മെഷർമെൻറ്റ്സ് പറയേണ്ട ആവശ്യമില്ല, എല്ലാത്തേക്കും എത്തിയിട്ടുണ്ട്, പ്ലെയിൻ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്ന വർക്ക് വളരെ ബേസിക് ആയിട്ട് 2 കാര്യങ്ങളെ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ അതിലൂടെയാണ് മനസ്സിലാക്കുക. നിങ്ങൾക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെയുള്ള അടുത്ത 5 ചാപ്റ്ററിൻ്റെ ഈ ഫോർമാറ്റുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് പറയേണ്ട ആവശ്യമില്ല, ഫ്ലൂയിഡൊക്കെ വരുന്ന റൊട്ടേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് വേണം എന്ന് കമൻറ്റ് കണ്ട ഷുവർലി ഞാൻ അത് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.